സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറഞ്ഞാൽ അത് മടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് അവിടേക്ക് എത്തിക്കുവാൻ പ്രത്യേകം മലക്കുകൾ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളുണ്ട്. അപ്പൊ ആ സലാമും അവിടെ എത്തിക്കുന്നുണ്ടാവും. അവിടുന്ന് ഇങ്ങോട്ട് മടക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ സംശയത്തിന് ഒരു ഹദീസ് ഇവര് പറയാറുണ്ട്. മറ്റൊരു ഭാഗത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അത് ലൈഫാണ് എന്നുള്ളതാണ്. എന്തായാലും ആ ഹദീസ് ഇതാണ്. ഈസബിന് മറിയം അലൈഹിസ്സലാം, ഈസാ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചാരത്ത് വന്ന് സലാം പറയുമ്പോൾ ഞാൻ എന്റെ സഹോദരൻ ഈസക്ക് സലാം മടക്കും എന്നൊരു ഹദീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും സലാം അടക്കും ചെയ്യും. പിന്നെ ലൈഫാണോ സ്വഹീഹാണോ എന്തോ ആവട്ടെ, അങ്ങനെ ഹദീസ് ഇവർ പ്രചരിപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള ഈസാ നബിക്ക് സലാം അടക്കുന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ മൻസൂർ മണ്ണാർക്കാരനും സാഹിബിനും ഒന്നും അത് മടക്കുന്നില്ല എന്നുള്ളതല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ സലാം ചൊല്ലിയാൽ ആ സലാം മടക്കുകയില്ല എന്ന് ക്ലാസ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ ഫോൺ വിളിച്ചതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഒരു വഹാബി പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഒരു വിവരവും ഇല്ല, ആളുകളിങ്ങനെ അയാൾക്ക് ഫോൺ ചെയ്യും. അപ്പോൾ അയാളിങ്ങനെ മറുപടി പറയും. യോജിച്ചതാണെങ്കിൽ മൂപ്പര സിംഗിടികളാണ് ഫോൺ ചെയ്യുന്നത്, അപ്പോൾ അവർക്കനുസരിച്ച് സംസാരിക്കും. കുറേ വിവരമില്ലാത്ത സിംഗിടികൾ ഫോൺ ചെയ്യും, എന്നിട്ട് ഇവന് മറുപടി പറയും. അപ്പോൾ ഇവൻ്റെ മറുപടിയുടെ രൂപം നമുക്ക് ഒന്ന് കാണാം. എന്നിട്ട് ഇയാൾക്ക് ഫോൺ ചെയ്തിട്ട് മഹാപണ്ഡിതനാണ് എന്ന നിലയ്ക്ക് വിവരം ചോദിക്കുന്ന, അറിവ് ചോദിക്കുന്ന, ഇയാളോട് ചോദിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇയാളുടെ മറുപടിയുടെ കോലം നിങ്ങൾക്ക് കാണല്ല. ഇയാൾ ചോദിച്ച് പഠിക്കാൻ മാത്രമുള്ള സാധനമാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇയാളോട് ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം ചൊല്ലിയാൽ അവിടെ നിന്ന് മടക്കുമോന്നാ. അപ്പോൾ മടക്കൂലെന്ന് ഞാൻ ഇയാൾ ആരോടെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ എന്ന് ചോദിക്കാൻ ആലിമുൽ അല്ലാമയോട് ഇനി ആണ് സംശയം തീർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആലിമുൽ അല്ലാമ പറയുകയാണ് മടക്കൂല എന്നതാണ്. നബി തങ്ങൾ ഒരിക്കലും സലാം മടക്കൂല. നമ്മൾ സലാം ചൊല്ലുന്നത് ദ്വാരക്കാണ്, അതുകൊണ്ട് സലാം മടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആലിമുൽ അല്ലാമ തെളിവ് നിരത്താണ്. അപ്പം വേറെ ഒരു തെളിവും ഇല്ല. ആലിമുൽ അല്ലാമ തെളിവ് പറയുന്നത് എന്താ അറിയോ? ഈസാ നബി അലൈഹിസ്സലാം അത് ലൈഫാണ് എന്നും പറയുന്നുണ്ട് ആലിമുൽ അല്ലാമ. ഈസാ നബി അലൈഹിസ്സലാം അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിങ്ങ പോയിട്ട് സലാം ചൊല്ലിയാൽ ഞാൻ മടക്കും, ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സുന്നികൾ തെളിവായി പറയാറുണ്ട്. അത് ലൈഫാണ്. ഇനിയിപ്പോൾ സഹിഹാണെങ്കിൽ തന്നെ ആ തെളിവിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക? ഈസാ നബിക്ക് മാത്രമേ ഇപ്പോൾ ആ മടക്കൽ വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും നമ്മൾ സലാം ചൊല്ലിയാലൊന്നും മുത്തുനബി മടക്കൂലെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈസാ നബിനെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ലൈഫായ ഹദീസ് അപ്പോൾ ഇതിന് തെളിവാക്കുന്നത് ഏതായിരിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറഞ്ഞാൽ അത് മടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് അവിടേക്ക് എത്തിക്കുവാൻ പ്രത്യേകം മലക്കുകൾ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളുണ്ട്. അപ്പൊ ആ സലാമും അവിടെ എത്തിക്കുന്നുണ്ടാവും. അവിടുന്ന് ഇങ്ങോട്ട് മടക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ സംശയത്തിന് ഒരു ഹദീസ് ഇവര് പറയാറുണ്ട്. മറ്റൊരു ഭാഗത്ത് നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അത് ലൈഫാണ് എന്നുള്ളതാണ്. എന്തായാലും ആ ഹദീസ് ഇതാണ്. ഈസബിന് മറിയം അലൈഹിസ്സലാം, ഈസാ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചാരത്ത് വന്ന് സലാം പറയുമ്പോൾ ഞാൻ എന്റെ സഹോദരൻ ഈസക്ക് സലാം മടക്കും എന്നൊരു ഹദീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും സലാം അടക്കും ചെയ്യും. പിന്നെ ലൈഫാണോ സ്വഹീഹാണോ എന്തോ ആവട്ടെ, അങ്ങനെ ഹദീസ് ഇവർ പ്രചരിപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള ഈസാ നബിക്ക് സലാം മടക്കുന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ മൻസൂർ മണ്ണാർക്കാരനും സാഹിബിനും ഒന്നും അത് മടക്കുന്നില്ല എന്നുള്ളതല്ലേ?
ഓക്കെ. എന്നാൽ വഹാബി നേതാക്കളായ ശരിക്കുള്ള പണ്ഡിതന്മാർ, ഇവനെപ്പോലത്തെ ജാഹിലുകളായ ആലിമുലെല്ലാമല്ല, വഹാബി നേതാക്കളായ ശരിയായ എന്ന് പറഞ്ഞാൽ വഹാബികളിൽ നിന്നുള്ള പണ്ഡിതന്മാർ എന്ത് പറയുന്നു എന്ന് നോക്കാം. നിങ്ങളീ കാണുന്നത് ബവാബത്ത് തുറാസിൽ ഇമാമിൽ അൽബാനി, വഹാബികളുടെ നേതാവാണത് അൽബാനി. അയാളുടെ ഫത്വകളാണ്, അയാളോട് ചോദിച്ച ചോദ്യങ്ങളും മറ്റുമൊക്കെ. അതാ അസായിൽ ലൗ സമഹത്ത യാ ഷെയ്ഖ് ഹദീസ് യഖൂൽ മഅനാഹു മാ മിൻ അബ്ദി യുസല്ലി അലൈ യൗമൽ ഖിയാമ ഇല്ലാ ഖദ് റദ്ദല്ലാഹു അലയ്യ റൂഹി. അതുപോലെ മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലൈ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദ അലൈഹിസ്സലാം. സലാം ചൊല്ലിയാൽ ഞാൻ ആ സലാം അടക്കും. സലാം ചൊല്ലിയവൻ ആരാവട്ടെ, ഈസാ നബി ആവണമെന്നില്ല, ആരുടെ സലാം ഞാൻ മടക്കുമെന്ന് ഹദീസിലുണ്ടല്ലോ. അതിനെപ്പറ്റിയൊക്കെ ഉള്ള ചോദ്യമാണ് അൽബാനിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ജാഹിലിനോടൊക്കെ, ഏത് ജാഹില്, നമ്മളെ നാട്ടിലുള്ള ഈ ഫോൺ കോൾ ചെയ്ത് ചോദിക്കപ്പെടുന്ന ഈ ജാഹിലുണ്ടല്ലോ, വിവരമില്ലാത്ത അല്ലാമയായി ചമയുന്നവൻ, അവനോട് ചോദിച്ചതും എന്നാലാ അല്പമൊക്കെ വിവരമുണ്ട് എന്ന് ധരിക്കപ്പെടാൻ പറ്റുന്ന അൽബാനിയോട് ചോദിച്ചതും നോക്ക് നമ്മൾ. അൽബാനിയുടെ മറുപടി എന്താ? അൽബാനിയുടെ മറുപടി ധാരാളം അൽബാനി പറഞ്ഞിട്ട് പറയാണ്, എന്താണ് അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണാം. അൽബാനി പറയുന്നുണ്ട്, ഫജ്സാദുൽ അംബിയാ കുല്ലുൽ അംബിയാ ഇലാ തസ്ബഹു റമീമ. അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല. കജ്സാദില്ലാഹരീന, മറ്റുള്ളവരുടെ ശരീരമൊക്കെ മണ്ണ് തിന്നാലും. ഫലിദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ ജസദുഹു ഫീ ഖബരിഹി, നബി തങ്ങളുടെ ശരീരം ഖബറിൽ ഉണ്ട്. കമാ ഹുവ മിൻ ഖബ്ലു, മുമ്പ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ. ഹദിഹി മുഅ്ജിസ, ഇത് മുഅ്ജിസത്താണ്. ഹദിഹി കറാമത്തു മിനല്ലാഹ് അസ്സ വജല്ല ലിനബി അലൈഹിസ്സലാം ലിസാഇൽ അംബിയാ ഇൽ കിറാം. അള്ളാഹുവിൻ്റെ കറാമത്താണ്, അള്ളാഹു ബഹുമാനിച്ചിട്ടാണ്. എന്നിട്ട് പറയാണ് അൽബാനി തുടർന്ന് പറയുന്നത് കാണുക. അപ്പം നബി തങ്ങളുടെ ശരീരം മണ്ണ് തിന്നൂല എന്ന നിയമം പറഞ്ഞിട്ട് പറയാണ്, വലാകിൻ ഇസ്തഫാനി റബ്ബി ബിഖസ്ലത്തിൻ നുഖ്റ. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രത്യേകതയുണ്ട്. അന്നഹു കുല്ലമാ സല്ലമ അലയ്യ മുസല്ലിമുൻ, ആരെനിക്ക് സലാം ചൊല്ലിയാലും റദ്ദല്ലാഹു ഇലയ്യ റൂഹി, എൻ്റെ റൂഹിനെ അള്ളാഹു മടക്കിയിട്ടുണ്ട്. ഫാറുദ്ദ അലൈഹിസ്സലാം, ഞാൻ സലാം അവൻ്റെ സലാം അടക്കും. വഹാദൽ ഹദീസു, അപ്പോൾ സലാം അടക്കും മൗലവി. എന്നിട്ട് ഈ അന്തല്ലാത്ത ചക്കന്മാർ ഇവൻക്ക് വിളിച്ചു കണ്ട് ചോദിക്കുന്നത്, അപ്പം ഇവൻ പറഞ്ഞെടുക്കുകയാണ് മടക്കൂലാന്ന്. അൽബാനി പറയുന്നു മടക്കുന്നു, ഇബ്നു ഉസൈമീൻ പറയുന്നു മടക്കുന്നു. വേറെ ഫത്വ ഉണ്ട്, അവിടെ ഉണ്ട് ഇബ്നു ഉസൈമീൻ്റെ ഫത്വ. വഹാദൽ ഹദീസ് വഹുവ സാബിത്തുൻ, ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, ഞാൻ ലൈഫാക്കാൻ വരേണ്ട വഹാബി എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയാണ്, ആര് അൽബാനി പറയാണ്, വലാകിന്നല്ലാഹ അസ്സ വജല്ല ഇസ്തഫാ നബിയഹു, അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമാക്കി. ബിമാ ദക്കർനാ മിനൽ ഹയാത്തി, അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരാണ് ഖബറിൽ. അമിൻ തംകീനിഹി ബിആദത്തി റൂഹി ഇലാ ജസ്ദ്, അവിടുത്തെ ശരീരത്തിലേക്ക് റൂഹിനെ മടക്കപ്പെട്ടിട്ടുണ്ട്. വറദ്ദി സലാമി അലൽ മുസല്ലിമീന അലൈഹ, അവർക്ക് സലാം ചൊല്ലിയാൽ മുത്തനബി മടക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഇനിയും പറയുന്നുണ്ട്, ഹുവ ഫകുല്ലമാ സല്ലമു അലൈഹി മിൻ ഫുലാനിൻ ഹുവ റദ്ദ അലൈഹിമുസ്സലാം. മുത്തനബിക്ക് ആര് സലാം ചെല്ലുമ്പോഴും, മുത്തനബിക്ക് സലാം ചെല്ലുമ്പോൾ മുത്തനബി സലാം മടക്കുക തന്നെ ചെയ്യും, മടക്കൂല എന്നല്ല. ഇത് അൽബാനി മാത്രമല്ല, ഇബ്നു ഉസൈമീനും പറഞ്ഞിട്ടുണ്ട്, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.